അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ഥി വ്യവസ്ഥയെ കുറിച്ചാണ്, അതായത് സ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്താണ് അസ്ഥികളെ കുറിച്ചുള്ള പഠനശാഖ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓസ്റ്റിയോളജി എന്നാണ് അസ്ഥികളെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. നമ്മുടെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന എന്ത് കോശങ്ങൾ കൊണ്ടാണെന്ന് അറിയാമോ? ഓസ്റ്റിയോസൈറ്റ്സ് എന്ന കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണെന്ന് അറിയാമോ? അത് പുതിയ അസ്ഥി കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്, കേട്ടോ. പിന്നെ നമ്മുടെ മുതിർന്ന ഒരു വ്യക്തിയിൽ 206 അസ്ഥികൾ കാണും. മുതിർന്ന ഒരു വ്യക്തിയിൽ ഒരു അഡൾട്ടില് 206 ബോൺസ് കാണും. അതേസമയം ഒരു നവജാത ശിശുവിലാവട്ടെ 300 ബോണുകൾ കാണും, 300 എല്ലുകൾ കാണും. പിന്നെ വളർന്നു വരുന്തോറും ഈ എല്ലുകൾ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ചേർന്നിട്ടാണ് ഈ എണ്ണം കുറയുന്നത്. നമ്മുടെ എല്ലുകൾ മെയിനായിട്ട് എന്ത് മൂലകങ്ങൾ കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കേട്ടോ. നമ്മുടെ എല്ലുകൾ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റലും കാൽസ്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റലും കാൽസ്യമാണ്. നമ്മുടെ ശരീരത്തില് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം, ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്, കേട്ടോ. വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ അസ്ഥികൂടം നമുക്ക് മെയിൻലി രണ്ടായിട്ട് തരംതിരിക്കാം. ഈ വെളിയിലാണോ ഉള്ളത് അതോ അകത്താണോ ഉള്ളതെന്ന് അനുസരിച്ച്. അതായത് എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്കെൽറ്റൻ. അതിപ്പോ എവിടെയാണ് കാണുന്നത്? നമ്മൾ ഹ്യൂമൻസിലുണ്ട്, ആനിമൽസിലുണ്ട്, മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇതിനെല്ലാം എൻഡോസ്കെൽറ്റൻ ആണുള്ളത്. അതായത് ഉള്ളിലാണ് ഈ എല്ലുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതി, സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടി ഉള്ളത്. പക്ഷെ എക്സോസ്കെൽറ്റൻ എവിടെയാണ് കാണുന്നത്? എക്സോസ്കെൽറ്റൻ കാണപ്പെടുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിലാണ് കൂടുതലും. അതായത് ഈ ഇൻസെക്റ്റുകളുടെ, പിന്നെ ആർത്രോപോഡ്, ക്രസ്റ്റേഷ്യൻസ്, ഇതിലൊക്കെയാണ് നമ്മൾ എക്സോസ്കെൽറ്റൻ കാണുന്നത്. അതായത് കട്ടിയുള്ള ഒരു പുറന്തോട്. ഇപ്പൊ ഞണ്ടുകള്, ഈ തേള്, അല്ലെങ്കിൽ ഇപ്പൊ പാറ്റ, ഇതിനെല്ലാം എന്താണ് ഒരു എക്സോസ്കെൽറ്റൻ ആണുള്ളത്. കട്ടിയുള്ള പുറന്തോടാണ് കാണപ്പെടുന്നത്. അത് ഈ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് ഭയങ്കര കട്ടിയുള്ള ഒരു വസ്തുവാണ്, കൈറ്റിൻ എന്ന് പറയും. കൈറ്റിൻ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും ചില ക്രസ്റ്റേഷ്യൻസിൽ. അതായത് കടലിൽ കാണപ്പെടുന്നത് ചില ജന്തുക്കൾക്ക് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടായിരിക്കും അതിന്റെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ അസ്ഥികൂടം നമുക്ക്, അതായത് നമ്മുടെ എൻഡോസ്കെൽറ്റൻ നമുക്ക് രണ്ടായിട്ട് പിന്നെയും തരംതിരിക്കാം. അതായത് ആക്സിയൽ സ്കെൽറ്റൻ, അതായത് അക്ഷാസ്ഥികൂടം, പിന്നെ അനുബന്ധാസ്ഥികൂടം, സ്കെൽറ്റൻ എന്ന് നമുക്ക് പിന്നെയും തരംതിരിക്കാം. നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്? ആക്സിയൽ സ്കെൽറ്റൻ എന്താണ് അതിന്റെ മെയിൻ ധർമ്മം, അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ആക്സിയൽ സ്കെൽറ്റൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗൻസിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ആക്സിയൽ സ്കെൽറ്റന്റെ ധർമ്മം. അതായത് മെയിൻ ആയിട്ട് 5 എണ്ണം ഉണ്ട്. അത് ഒന്ന് നമ്മുടെ തല എല്ലാം, അതായത് തലയിലെ അസ്ഥികളെല്ലാം കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്ന സ്കള്ള്. അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് ഇവിടെ പ്രിസർവ് ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറാണ്, കേട്ടോ. മസ്തിഷ്കമാണ് ഇവിടെ പ്രിസർവ് ചെയ്യുന്നത്. പിന്നുള്ള ഏതാണ്? വാരിയൽ നമ്മുടെ ലങ്സിനെയും ഹാർട്ടിനെയും എന്താണ് സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത് വാരിയൽ. പിന്നെ നമ്മുടെ സുഷുമ്നാ നാഡി കടന്നു പോകുന്ന നട്ടല്, വെർട്ടിബ്രൽ കോളം. പിന്നെ നമ്മുടെ സ്റ്റേണം, അതായത് ഈ വാരിയലുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് സ്റ്റേണം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമായിട്ട് വരും. പിന്നുള്ളത് ഹയോയിഡ് ബോൺ എന്ന് പറയും. ഹയോയിഡ് ബോൺ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു ബോൺ, നമ്മുടെ ബോഡിയിലെ ഒരേ ഒരു ബോൺ ഹയോയിഡ് ബോൺ ആണ്. ഹയോയിഡ് ബോൺ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും, ഹയോയിഡ് ബോൺ. അപ്പോ ആക്സിയൽ സ്കെൽറ്റന് അപ്പോ 22 എണ്ണം നമ്മുടെ തലയോട്ടിയിൽ 22 അസ്ഥികളുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന സ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഫൈബർസ് ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, 22 പ്ലസ് 7 എണ്ണം കൂടുണ്ട്. 7 എണ്ണത്തിൽ ഒരെണ്ണം വരുന്നത് നമ്മളിപ്പോ പറഞ്ഞ ഹൈവേഡ് ആണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഇയർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബോൺസ് ആണ്. പിന്നെ അപ്പൊ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടലിന് 24 കശേരുക്കൾ അതുപോലുണ്ട്. പിന്നെ റിപ്റ്റേജ്, നമ്മുടെ വാരിയലിൽ 12 എന്ന പേർ വീതം 24 എണ്ണം അവിടെയുണ്ട്. പിന്നെ സ്റ്റേണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് 80
ബോൺസ് നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനിൽ വരും. അടുത്ത നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ അതായത് അനുബന്ധാസ്തി കൂടം. അതിൽ എത്ര എണ്ണം വരും അറിയാം? 126 ബോൺസ് വരും. അതായത് മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ഇപ്പോൾ നമ്മുടെ കൈകൾ വരും, കാലുകൾ വരും, തൂള, ഇടുപ്പല്ല് ഇതെല്ലാം വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിലാണ്. നമ്മുടെ ഓരോ കൈകളിലും 30 അസ്ഥികൾ വീതമുണ്ട്. 30. അപ്പോൾ ഓരോ കൈകളിലും 30 വീതം 60. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലുകളിലും 30 വീതം 60. അങ്ങനെ 120 ആയി. പിന്നുള്ള അസ്ഥികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ ഇവിടെ കാണുന്ന ഈ തെളിഞ്ഞു കാണുന്ന ഈ പാരലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ അസ്ഥി ക്ലാവിക്കിൾ എന്ന് പറയും. ക്ലാവിക്കിൾ ഇത് നമ്മുടെ പുറകിൽ ഒരു അസ്ഥിയുണ്ട്. അതിന് ഷോൾഡർ ബ്ലേഡ് എന്നൊക്കെ പറയും. ഷോൾഡർ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന അസ്ഥി അതായത് സ്കാപ്പുല എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സ്കാപ്പുല. അപ്പൊ അതും ഈ 2 എണ്ണം വീതം 2 സൈഡിലുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം പിന്നെയും 4. പിന്നെ 2 എണ്ണം നമ്മുടെ ഇടുപ്പല്ല് 2 എല്ലുകൾ. അപ്പൊ 6 ആയി. അപ്പൊ 126 ടോട്ടലായി. ഇതെല്ലാം നമുക്ക് മൂവ്മെന്റിന് സഹായിക്കുന്ന അസ്ഥികളാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് അറിയാം? ഏറ്റവും വലിയ അസ്ഥി. ഇതൊക്കെ PSC കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ട്രൈബോൺ അല്ലെങ്കിൽ ഫീമർ എന്ന് പറയും. ഏകദേശം 45 സെന്റിമീറ്റർ നീളമുണ്ട് ഇതിന് കേട്ടോ. ഇതാണ് ഏറ്റവും ലോങ്സ്റ്റും ഹെവിയസ്റ്റും പിന്നെ സ്ട്രോങ്സ്റ്റും ആയിട്ടുള്ള ബോൺ. നമ്മുടെ ശരീരത്തിന്റെ മജോറിറ്റി ഭാഗം താങ്ങുന്നത് ബോണാണ് ഫീമർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് അറിയാം? ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് എന്നറിയപ്പെടുന്ന അസ്ഥിയാണ്. സ്റ്റേപ്പിസ് അത് നമ്മുടെ ചെവിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു അസ്ഥിയാണ്. നമ്മളെ കേൾക്കാനൊക്കെ സഹായിക്കുന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പം ഈയിടെയായിട്ട് PSC ഈ ചെവികളിലെ അല്ലെങ്കിൽ മറ്റ് അസ്ഥികളുടെ ഒക്കെ ഷേപ്പ് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം. നമ്മുടെ ചെവികളിലുള്ള 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഇപ്പം മാലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ചുറ്റിയുടെ ആകൃതിയിൽ ഇരിക്കുന്ന ഒരു അസ്ഥിയാണ്. അതേസമയം ഇൻകസ് കൂടക്കല്ല് അല്ലെങ്കിൽ ആൻവിൽ ഷേപ്പിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഇൻകസ്. സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്പ് അല്ലെങ്കിൽ അത് അതായത് ഈ കുതിര സവാരിക്കാരൊക്കെ ഈ കാല് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെയാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. കാണിക്കാൻ മാലീസ് ചുറ്റിയ പോലെ ഇൻകസ് കൂടക്കല്ല് ആൻവില് പിന്നെ സ്റ്റിറപ്പ് അതായത് ഈ കുതിര സവാരിക്കാരന്റെ പാദസാരി. പിന്നെ ഒരു ബോണും കൂടെ ഉണ്ട് നമ്മുടെ ഇത് പറഞ്ഞില്ല, മൂക്കിന്റെ പാലം. മൂക്കിന്റെ പാലം എന്താണ്? എത്തുമോയിഡ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. എത്തുമോയിഡ് ബോൺ എന്നാണ് നമ്മുടെ മൂക്കിന്റെ പാലം ആ ഒരു ബോൺ അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനിൽ ഒരു ഭാഗം മാത്രമേ ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഫ്രീ ആയിട്ട്. ഏതാണെന്ന് അറിയാം? നമ്മുടെ കല്ലിന്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ മാൻഡിബിൾ അതായത് താടിയില്ല. ഏറ്റവും സ്ട്രോങ്സ്റ്റും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്കെല്ലിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മാൻഡിബിൾ. അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗം ഏതാണെന്ന് അറിയുമോ? മാക്സില എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗം മാക്സില എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ക്ലാവിക്കിളിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നതും ക്ലാവിക്കിൾ തന്നെയാണ്. ഈ ഒരു ബോണാണ് ക്ലാവിക്കിൾ. ഫണ്ണി ബോൺ എന്താണെന്ന് അറിയോ? ഫണ്ണി ബോൺ ചിലപ്പോൾ ഇങ്ങനെ PSC ചോദിച്ചിരിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്ന ഏത്? ഫണ്ണി ബോൺ എന്ന് പറഞ്ഞാല് ഒരു ബോണേ അല്ല കേട്ടോ, അതൊരു നാഡിയാണ് കേട്ടോ. ഒരു നാഡിയാണ്, നമ്മുടെ കൈമുട്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു നാഡിയാണ്. അൾനാർ നാഡി എന്ന് പറയും, അൾനാർ നെർവ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഫണ്ണി ബോൺ അറിയപ്പെടുന്നതെന്ന് വെച്ചാല് ഇത് നമ്മുടെ കൈയൊക്കെ അറിയാതെ പോയി ഇടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മുട്ടുഭാഗം അറിയാതെ ബസ്സിലും മതിലും ഒക്കെ ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ എവിടെ വേണേലും ഇടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഒരു തരം സെൻസേഷൻ വരും. കൈ മരച്ചിരിക്കും. അതാണ് ഫണ്ണി ബോൺ അതിന് പേര് വരാൻ കാരണം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അറ്റ്ലസ് എന്താണെന്ന് അറിയാം? അറ്റ്ലസ് നമ്മുടെ ഈ തലയോട്ടി അതായത് നമ്മുടെ തലയോട്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ വെർട്ടിബ്രൽ ഗോളത്തിലെ ആദ്യത്തെ കശേരുവാണ് അറ്റ്ലസ്. C1 എന്നറിയപ്പെടും. അറ്റ്ലസ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കശേരുവാണ് ആക്സിസ് കേട്ടോ. ആദ്യത്തെ കശേരു കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നതാണ് ആക്സിസ്. ആദ്യത്തെ അറ്റ്ലസ്, രണ്ടാമത്തെ ആക്സിസ്. പിന്നെ നമ്മുടെ ഏറ്റവും താഴെ വരുന്നത് ഏതാണെന്ന് അറിയാം? ഏറ്റവും താഴെ വരുന്നത് ഭാഗം നമ്മുടെ വാൽഭാഗമായിട്ട് വരുന്നതാണ്. അത് കോക്സിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. കോക്സിക്സ്.
പിന്നെ നമുക്ക് നമ്മുടെ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ, അതായത് ആ, എന്താണ് അനുബന്ധ അസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികളെ കുറിച്ച് നോക്കാം. നമ്മുടെ കൈകളിൽ മൊത്തം കൂടെ 60 എല്ലുകളുണ്ട്. അതായത് ഓരോ എല്ലിലും 30 എല്ലുകൾ വീതമുണ്ട്. അപ്പൊ കൈമുട്ടിന് മുകളിലോട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കൈമുട്ടിന് മുകളിലോട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഹ്യൂമറസ് എന്നാണ് അറിയപ്പെടുന്നത്, ഹ്യൂമറസ്. പിന്നെ കൈമുട്ടിന് താഴോട്ട് വരുമ്പോൾ റേഡിയസ്, അൾന. നമ്മൾ അൾനാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് റേഡിയസ്, അൾന, അങ്ങനെ 2 അസ്ഥികളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ജോയിന്റ് വരും. മണിബന്ധം എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ അതിനെ കാർപ്പിൽ എന്ന് പറയും. കാർപ്പിൽ, ഈ ഒരു ഭാഗം കാർപ്പിൽ. പിന്നെ നമ്മുടെ കൈപ്പത്തി അറിയപ്പെടുന്ന മെറ്റാകാർപ്പൽസ് എന്നാണ് നമ്മുടെ കൈപ്പത്തി അറിയപ്പെടുന്നത് കേട്ടോ. മെറ്റാകാർപ്പൽ എന്നാണ് നമ്മുടെ കൈപ്പത്തി അറിയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വിരലുകളാണ്, അതിന് ഫലാഞ്ചസ് എന്നാണ് പറയുന്നത്, ഫലാഞ്ചസ്. അങ്ങനെ ഒരു കയ്യിൽ 30 അസ്ഥികളാണ് മൊത്തം. അങ്ങനെ 2 കയ്യിലും മൊത്തം 60. ഇനി നമ്മുടെ കാലിന്റെ എല്ലുകളെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ കാൽമുട്ടിനെ അറിയപ്പെടുന്ന എന്ത് പേരിലാണെന്ന് അറിയാം? കാൽമുട്ട് പച്ചില്ല എന്ന് പറയുന്നത്, പച്ചില്ല. ഓൾസോ known as kneecap. It's a small round platform located at the front of the knee joint. It serves several important functions. എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, പിന്നെ ഒരു ലിവറായി ടൈറ്റിങ്. അതിന് ഹിന്ദി ജോയിന്റ്, അത് നമുക്ക് ജോയിന്റുകളെ കുറിച്ച് പഠിക്കാം. അത് മുന്നോട്ടും താഴോട്ടും, ആകെ 2 മോഷനേ ഉള്ളൂ, മുന്നോട്ടും താഴോട്ടും. പിന്നെ നമ്മുടെ കാലുകളിലെ അസ്ഥികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് ടിബിയ, ഫിബുല എന്ന് പറയുന്ന 2 അസ്ഥികളാണ് നമ്മുടെ കാലുകളിൽ, പിന്നെ മുട്ടിന് താഴോട്ട് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ കൈകളിൽ എന്തായിരുന്നു എന്നത് യോറസ് അല്ല, റേഡിയസും അൾനായും വന്ന പോലെ തന്നെ നമ്മുടെ കാലുകളുടെ കേസ് വരുന്നതാണ് ടിബിയായും ഫിബുലയും. പിന്നെ നമ്മുടെ കാൽക്കുഴ ഭാഗത്ത് വരുന്നതാണ്, ആ ഒരു ഭാഗം അറിയപ്പെടുന്നതാണ് ടാർസൽ എന്നറിയപ്പെടുന്നത്. അത് അപ്പോൾ മെറ്റാടാർസൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാം? മെറ്റാടാർസൽ നമ്മുടെ കാൽപാദമാണ് മെറ്റാടാർസൽസ് കേട്ടോ. പിന്നെ ഇവിടെയും സെയിം തന്നെ, ഫലാഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. അതും ഇതുപോലെ സെയിം ആണ്, ഓരോ കാലിലും 30 അസ്ഥികൾ വീതമുണ്ട്. അങ്ങനെ മൊത്തം 60. പിന്നെ പറയാനുള്ളത് നമ്മുടെ കാർട്ടിലേജിനെ കുറിച്ചാണ്. കാർട്ടിലേജ് എവിടെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്? നമ്മുടെ ചെവികളിലുണ്ട്. പിന്നെ നമ്മുടെ ഈ തൊണ്ടയിലുണ്ട്. അത് ഈ റിഞ്ഞായിട്ട് ഇങ്ങനെ വലയം ചെയ്ത് ഈ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെയാണ് അസ്ഥികളുടെ ഇടയിലൊക്കെ ഈ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ഈ ജോയിന്റുകളിലൊക്കെ കാർട്ടിലേജ് കാണപ്പെടും. കാർട്ടിലേജ് എന്താണ്? അസ്ഥി തന്നെയാണ് ശരിക്കും, പക്ഷെ അത്രയും കട്ടിയില്ലാത്ത എന്തുകൊണ്ടാണ്? കാൽസ്യം ഡെപ്പോസിറ്റ് കുറവായതുകൊണ്ടാണ് കട്ടിയില്ലാത്തത് കേട്ടോ. പിന്നെ കാർട്ടിലേജിനെ ഈ നമ്മുടെ എല്ലുകളിലേക്ക് ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ കാർട്ടിലേജിലോട്ട് ബ്ലഡ് വെസൽസ് അങ്ങനെ അധികം ഇല്ല. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ തന്നെ വലിയ പാടാണിത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കാൽക്കുഴയൊക്കെ തെറ്റുമ്പോൾ ഇച്ചിരി പാടാണ്. അവിടെ ഈ ജോയിന്റുകളൊക്കെ വരുന്നതുകൊണ്ട്, കാർട്ടിലേജിന്റെ ജോയിന്റൊക്കെ വരുന്നതുകൊണ്ടാണ് അവിടെ ഫീൽ ചെയ്യാൻ ഇച്ചിരി പാട്. പിന്നെ കാർട്ടിലേജ് മാത്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജന്തുവിഭാഗങ്ങളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഇത്. ഇതിന്റെ അസ്ഥികൾ, അതായത് ഇപ്പൊ ആദ്യത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും തിരണ്ടി, രണ്ടാമത്തെ അറിയാം ഷാർക്ക്. ഇത് രണ്ടിന്റെയും എന്താണ് അതിന്റെ സ്കെൽട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ കാർട്ടിലേജ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നട്ടലിന്റെ ഓരോ കശേരുക്കൾക്കിടയിലും ഈ കാർട്ടിലേജ് കാണപ്പെടും കേട്ടോ. കാരണം ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ്. ജോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം കേട്ടോ. ശരി.